ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പുതിയ വർഷം, പുതിയ പ്രതീക്ഷകൾ. പുതിയ വർഷം 2026 പുതിയ ഇൻവെസ്റ്റിംഗ് ഐഡിയാസ്. മാസം 30,000 രൂപ വരുമാനമുള്ള ഒരാൾക്ക് ഇൻവെസ്റ്റിങ്ങിലൂടെ, മ്യൂച്വൽ ഫണ്ട് SIPയിലൂടെ എങ്ങനെ ധനവാനാവാം, അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. പ്ലീസ് വാച്ച് ആൻഡ് ഇംപ്ലിമെൻറ്റ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. മാസം 30,000 രൂപയാണ് വരുമാനം. നമുക്കത് വെച്ച് മുന്നോട്ട് പോകാന്നേ. പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ? PF. കുറേ കാലം മുമ്പ് വരെ ഞാൻ ധരിച്ചു വെച്ചിരുന്നത് സർക്കാർ ജീവനക്കാർക്കും കമ്പനീസിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കുമാണ് ഈ PF ഉള്ളതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അവർക്കുള്ളത് EPF, എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട്. അതല്ലാതെ ഏതൊരു പൗരനും PFൽ ചേരാം. അതിനെ PPF എന്ന് പറയും, പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് PPF, പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട്. PPF തുടങ്ങാനുള്ള കുറഞ്ഞ പ്രായപരിധി. ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ PPF തുടങ്ങാം. പക്ഷേ 18 വയസ്സ് വരെ ആ കുഞ്ഞിൻ്റെ അക്കൗണ്ട് പേരൻസോ ഗാർഡിയനോ ആയിരിക്കണം മാനേജ് ചെയ്യേണ്ടത്. അടുത്തതായി, PPFൽ നിക്ഷേപിക്കാനുള്ള മിനിമം തുകയും നിക്ഷേപിക്കാൻ സാധിക്കുന്ന മാക്സിമം തുകയും. മിനിമം തുക പ്രതിവർഷം 500 രൂപ, മാക്സിമം പ്രതിവർഷം 1.5 ലക്ഷം രൂപ. ഇനി PPF അക്കൗണ്ട് നമുക്ക് എവിടെയൊക്കെ തുടങ്ങാം? പോസ്റ്റ് ഓഫീസ്, മേജർ പബ്ലിക് സെക്ടർ ബാങ്ക്സ് അല്ല, പിന്നെ മേജർ പ്രൈവറ്റ് ബാങ്ക്സ്, പിന്നെ ഓൺലൈൻ മൊബൈൽ ആപ്സ്. അപ്പോൾ ഐഡിയയിലേക്ക് കിടക്കാം. ദിവസവും ഒരു ചായയുടെയും ഒരു വടയുടെയും കാശ്, അതായത് 10 20 രൂപ ഒരു കുടുക്കയിലിടുക. ദിവസവും ഇടണം. മാസാവസാനം ആകുമ്പോൾ 600 രൂപയാവും. ഈ 600 രൂപ PPF അക്കൗണ്ടിലിടുക. പിന്നെയും ഇത് തന്നെ തുടരണം. ഈ 20 രൂപ എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ മാസം അവസാനിക്കുമ്പോഴും 600 രൂപയാവും. അതും PPFൽ ഇടുക. ഇങ്ങനെ ഒരു വർഷം, അതായത് 12 മാസം 20 രൂപ വെച്ച് ഡെയിലി കുടുക്കയിലിടുക. മാസാവസാനം ആകുമ്പോൾ PPF അക്കൗണ്ടിലേക്ക് മാറ്റുക 600 രൂപ. ഒരു വർഷം കഴിഞ്ഞ് രണ്ടാം വർഷം തുടങ്ങുമ്പോൾ, അതായത് 13ാമത്തെ മാസം 10% കൂട്ടുക. അതായത് 22 രൂപ ഇടുക ഒരു ദിവസം. അങ്ങനെ വരുമ്പോൾ ഒരു മാസം അവസാനിക്കുമ്പോഴത്തേക്കും 660 രൂപ ആ കുടുക്കയിലുണ്ടാവും. അങ്ങനെ 660 രൂപ PPF അക്കൗണ്ടിൽ ഇടുക 13ാമത്തെ മാസം മുതൽ. 2 വർഷം കഴിയുമ്പോൾ വീണ്ടും 10% കൂട്ടുക. അങ്ങനെ വരുമ്പോൾ 9 വർഷം കഴിയുമ്പോൾ നമ്മൾ ദിവസം 20 രൂപ എന്നുള്ള കണക്ക് കുടുക്കയിൽ ആ സമയത്ത് നമ്മൾ 40 രൂപ വെച്ച് ഇടേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതിപ്പോൾ 20 രൂപയിൽ തുടങ്ങി 9 വർഷം കഴിയുമ്പോൾ 40 രൂപയാണല്ലോ ഇടേണ്ടതെന്ന്. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, 2035 ആകുമ്പോഴത്തേക്കും ഇപ്പം 10 രൂപയ്ക്ക് കിട്ടുന്ന ചായയും വടയും അന്ന് 20 രൂപയായിരിക്കും. ചായയുടെ വില 20 രൂപയായിരിക്കും വടയുടെ വില. അത് കണക്കിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു ചായയുടെയും ഒരു വടയുടെയും കാശ്. സംശയമുണ്ടോ? ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി. 2015-16 കാലഘട്ടത്തിൽ മിക്കവാറും അല്ല, അന്ന് ചായയുടെയും വടയുടെയും വില 5 രൂപ വീതമായിരുന്നു. ആ കണക്കിലാണ് ഞാൻ പറഞ്ഞത്. ഇതിനെയാണ് ഇൻഫ്ലേഷൻ എഫക്റ്റ് അഥവാ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചും ഞാനൊരു കുഞ്ഞ് ആൻഡ് സിമ്പിൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. പ്ലീസ് വാച്ച്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു PPF. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം 20 രൂപ വെച്ച് കുടുക്കയിലിടുക. മാസം തോറും 600 രൂപ. ഒരു വർഷം കഴിയുമ്പം 10% വെച്ച് കൂട്ടുക. അങ്ങനെ 20 വയസ്സിൽ തുടങ്ങുന്ന ഒരാൾക്ക് 40 വർഷം തുടർച്ചയായിട്ട് ഇത് ഇടുക. 60 വയസ്സാകുമ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 40 വർഷം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 32 ലക്ഷമായിരിക്കും. എന്നാൽ നമ്മുടെ മെച്യൂരിറ്റി എമൗണ്ട് 40 വർഷം കഴിയുമ്പോൾ 79 ലക്ഷമായിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ, ഈ 79 ലക്ഷം മെച്യൂരിറ്റി എമൗണ്ട് ടോട്ടലി ടാക്സ് ഫ്രീ ആണ്. യെസ്, നിങ്ങൾ കേട്ടത് ശരിയാണ്. 1 രൂപ പോലും ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കേണ്ട PPFൻ്റെ മെച്യൂരിറ്റി എമൗണ്ടിന്. ഇപ്പം ഞാൻ പറഞ്ഞത് 20 വയസ്സിൽ തുടങ്ങി 60 വയസ്സ് വരെയുള്ള കാര്യമാണ്. അപ്പം 30 വയസ്സുള്ളവരും 40 വയസ്സുള്ളവരും 50 വയസ്സുള്ളവരും ചിന്തിക്കും, അയ്യോ അപ്പം നമ്മൾ എന്ത് ചെയ്യും? സിമ്പിളായിട്ട് പറയാം. 30 വയസ്സുള്ളവർ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചായയുടെയും ഒരു വടയുടെയും കാശിന് പകരം 2 ചായയുടെയും 2 വടയുടെ കാശിൽ തുടങ്ങുക. 40 വയസ്സ് കഴിഞ്ഞവർക്ക് 3 വടയുടെയും 3 ചായയുടെയും കാശിൽ തുടങ്ങുക. 50 വയസ്സ് കഴിഞ്ഞവർക്ക് 4 വടയുടെയും 4 ചായയുടെയും കാശിൽ തുടങ്ങുക. ഇങ്ങനെ തുടങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പറ്റുന്നത് തുടങ്ങുക. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. 2026
ഞാൻ ഈ പറഞ്ഞ രീതിയിൽ PPF-ൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്ന് തുടങ്ങി നോക്കിയേ. ഡെയിലി 2 ചായക്കാശ് മാറ്റി വെച്ചാൽ മതി. ഷഷ്ടി പൂർത്തിയാകുമ്പോൾ അത്യാവശ്യം ആർഭാടമൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് മുതലാളിയായിട്ടിരിക്കാം. എന്താ? PPF നിക്ഷേപം തുടങ്ങാൻ പോകുന്നവർക്ക് ഒരു കുഞ്ഞ് ടിപ്പ് കൂടി പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇടുന്ന PPF-ൻ്റെ നിക്ഷേപം 1-ാം തീയതിക്കും 5-ാം തീയതിക്കും ഇടയ്ക്ക് വേണം PPF അക്കൗണ്ടിലിടാൻ. കാരണം വേറൊന്നുമില്ല, 5-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള മിനിമം ബാലൻസിനാണ് PPF-ൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ 1-ാം തീയതിക്ക് 5-ാം തീയതിക്ക് മുമ്പ് ആ എമൗണ്ട് ഇട്ടാൽ ആ മാസത്തെ ഇൻട്രസ്റ്റ് നമുക്ക് PPF-ൽ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും 7.1%. സോ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്. താങ്ക് യു.